ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഗോതമ്പ് പൊടി, ബ്രെഡ്, പഴം, പഞ്ചസാര, ഇത്രയും 4 സാധനങ്ങളാട്ടോ ഇതിൽക്ക് വേണ്ടത്. പക്ഷെങ്കിലുണ്ടല്ലോ, ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ 2 പഴമായിട്ട് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയൊരു പുളിയുള്ള പഴമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പഴം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് മിക്സീൻ്റെ ചെറിയ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ മൈദ ഇടാം, അതിലേറെ നല്ലത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. പിന്നെ അതേപോലെ 1 ടേബിൾ സ്പൂണോളം നിറയെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ പഴം പുളിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതൊന്ന് റെഡിയാക്കി എടുത്തുകൊണ്ടിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് അരയാൻ ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചാടി കൊണ്ടിരിക്കുന്നത് നമ്മളെ പഴമാണ് കേട്ടോ. അത് പ്രശ്നമില്ല, അതൊക്കെ ഒന്ന് ഇതിൽ പൊതിഞ്ഞ് പോകും നമ്മളെ ബ്രെഡിൽ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ 2 കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പഴം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പ് കേട്ടോ, കൈ കൊണ്ട് തന്നെ ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ട് വേണ്ടിട്ട് കിട്ടാൻ, എന്നാൽ ആ ബ്രെഡിൽ പൊതിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. പാകത്തിന് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ചെറിയ ജാറിൽ അരക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വെള്ള ഭാഗം മാത്രം മതി, അങ്ങനെ ആക്കി വെക്കാം. അപ്പം ഞാനിതാ കണ്ടില്ലേ, ഇത്രയും ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഒരു കുറച്ച് 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത്രയും മതി കേട്ടോ, അധികം ഓയിൽ വേണ്ട. അപ്പോൾ അതിൽ നന്നായിട്ട് ഓയിൽ കുടിക്കൂട്ടും നമ്മുടെ ഈ ഒരു ബ്രെഡ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ബ്രെഡിന് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് മാവിൽ മുക്കിയിട്ടൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാവിൽ മുക്കുന്ന സമയത്ത് പെട്ടെന്ന് മുക്കിയിട്ട് വെച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോട്ട് ബ്രെഡ് നമ്മളെ കയ്യിൽ നിന്ന് അതിലേക്ക് തന്നെയാണ് വീണ് പോവും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് സമയമാകുമ്പോൾ തന്നെ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുത്തുകൊണ്ട്, പഴത്തിൻ്റെ കൂട്ടാവുകൊണ്ട് തന്നെ എണ്ണയിൽ കുറച്ച് സമയം ആവുമ്പം ഞാൻ കാണിച്ചു തരുതാ ഇതുപോലെ ഒന്നായി വരും കേട്ടോ. പക്ഷെങ്കിൽ അങ്ങനെ ആവുന്നതാണ് എനിക്കൊന്നും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ആയി കണ്ടാൽ പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ മടിയാവും. പക്ഷെ അതാണ് ടേസ്റ്റ് കേട്ടോ. പഴം അങ്ങനെ നെയ്യിലൊക്കെ വഴറ്റുമ്പോൾ കാണില്ലേ, അതുപോലെ ആവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ മടങ്ങിയിട്ടൊക്കെ കഴിക്കട്ടെ. നമുക്ക് അത്ര സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പഴത്തിൻ്റെ കൂട്ടാണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ സാധാ മാവിൻ്റെ കൂട്ടാണേലേറെ ടേസ്റ്റാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. പിന്നെ അധികം ആ ഒരു ഓയിൽ തന്നെയായിട്ട് ഫുള്ളാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഓയിൽ ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് നിറയെ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടിപൊളിയായിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ, ചായ നമ്മൾ അപ്പുറത്ത് വെച്ചിട്ട് ചായ തിളക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇത് ആയി കിട്ടും എന്നുള്ളതാട്ടോ. അത്രയ്ക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇപ്പം നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക്, ബെല്ലൈക്കണ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.